ഹലോ ഫ്രണ്ട്സ്, കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നിങ്ങൾ കിങ്ങിണിയും വനിതാ ഹോട്ടലിൽ വീഡിയോ ചെയ്യാൻ വന്ന ആളാണോ, അല്ലെങ്കിൽ കേഷറാണോ, അല്ലെങ്കിൽ അവിടെ ഷെഫാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിനുള്ള മറുപടിയായിട്ട് ഞാനൊരു വീഡിയോ ആയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഷിജി, ഹസ്ബൻഡ് അനീഷ്, പിന്നെ 2 മക്കളാണ് കേട്ടോ, ഋതിക. ഞങ്ങളുടെ വീട് ചാത്തല്ലൂർ, ഹസ്ബൻ്റെ വീട് ചാത്തല്ലൂർ, എൻ്റെ വീട് വെളയിൽ. ഞങ്ങൾ താമസിക്കുന്നത് അരീക്കോട് ഒരു വാടക വീട്ടിലാണ് കേട്ടോ. ഹോട്ടലിലേക്ക് പോകാനും വരാനുള്ള സുഖം നോക്കിയിട്ടാണ് ഞങ്ങളിവിടെ വാടകയ്ക്ക് നിൽക്കുന്നത്. അപ്പോൾ എന്നെ ഈ ഒരു ഹോട്ടൽ ഫീൽഡിലേക്ക് എത്തിക്കാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ഹസ്ബൻഡിന് കൺസ്ട്രക്ഷൻ വർക്ക് ആയിരുന്നു. അപ്പോൾ ടൈലറ്റ് തേപ്പിൻ്റെയൊക്കെ പണി ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് മുട്ടിനിങ്ങനെ നീര് വരും. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെയിറ്റ് ഉള്ളതൊന്നും അല്ലാണ്ട് എടുക്കരുത്. അങ്ങനെയൊക്കെ ആയപ്പോൾ കുറേ പണിക്ക് പോകും, കുറേ വീട്ടിലിരിക്കും. ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് ഫിനാൻഷ്യലായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ ഒരു സമയത്താണ് എന്താ പറയുക, ദൈവമായിട്ട് എത്തിച്ചു എന്നൊക്കെ പറയില്ലേ, എങ്ങനെ അവരോട് നന്ദി പറയണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. എൻ്റെ അച്ഛനെയും അമ്മേനെയും പോലെ എന്നെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ എന്നെ ഹസ്ബൻഡിനെയും കുട്ടികളെയും സ്നേഹിക്കുന്ന 2 വ്യക്തികളുണ്ട്. അതാണ് എൻ്റെ ആൻറ്റിയും മാമയും, അതായത് അച്ഛൻ്റെ പെങ്ങളുടെ ഭർത്താവും. അവരാണ് ഞങ്ങൾക്ക് ഈ അരീക്കോട് കിങ്ങിണി വനിതാ ഹോട്ടൽ ഇട്ട് തന്നത്. ആ ഒരു ഹോട്ടലിൻ്റെ ഒരു ചിലവോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. എല്ലാ ചിലവും കാര്യങ്ങളൊക്കെ ഓരന്നെയാണ് എടുത്തത്. ഞങ്ങൾക്കൊരു ജീവിത വരുമാനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു ഹോട്ടൽ ഞങ്ങൾക്ക് ഇട്ട് തന്നത്. 2-3 പേരിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, 3 നിങ്ങളെ ഹോട്ടലാണോ? കാരണം ഞാൻ വീഡിയോ ചെയ്യലുണ്ട്, കീശ്ശേരി കിങ്ങിണിയിലെ വീഡിയോ ചെയ്യലുണ്ട്, നക്ഷത്രയിലെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കീശ്ശേരി കിങ്ങിണി എന്ന് പറയുന്നത് ആൻറ്റീൻ്റെയും മാമേൻ്റെയാണ്. പിന്നെ നക്ഷത്ര അച്ഛൻ്റെ അനിയൻ്റെ പാപ്പൻ്റെതാണ് കേട്ടോ. അപ്പോൾ എനിക്കും കുക്കിംഗ് എന്ന് പറയുന്ന ഒരു പാഷനാണ്. കൂടുതലായിട്ടൊന്നും അറിയില്ലെങ്കിലും ചെറുതായിട്ടൊക്കെ കുക്ക് ചെയ്യാൻ അറിയുന്നു. പ്രൊഫഷണൽ ഷെഫാണ് നല്ല കേട്ടോ പറയണത്. നമുക്ക് കഴിയുന്ന പോലെയൊക്കെ ചെയ്ത് നോക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും ആരുതാണ് ഹോട്ടൽ, എന്താ എങ്ങനെയെന്നുള്ളതൊക്കെ. നമ്മുടെ ഈ ഒരു ഹോട്ടലിൽ കുക്ക് ചെയ്യണത് ഞാൻ തന്നെയാണ്. 5 വർഷമായിട്ടോ ഞാൻ ഈ ഒരു ഹോട്ടൽ ഫീൽഡിൽ. ആദ്യം 2.5 വർഷത്തോളം ഞങ്ങൾ മൈത്ര പാലത്തിൻ്റെ അടുത്തായിരുന്നു. ഇപ്പോൾ നമ്മുടെ അരീക്കോട് തന്നെ സാളിഗ്രാമ ക്ഷേത്രത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ കിങ്ങിണി വനിതാ ഹോട്ടലുള്ളത്. അപ്പോൾ ഈ 5 വർഷവും ഞാൻ തന്നെയാണ് ഹോട്ടലിൽ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് സുഖമില്ലായ്മയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ ആൻറ്റിയും വരും. പിന്നെ നമുക്ക് അത്രയും കട്ട സപ്പോർട്ടുള്ള ചേച്ചിമാർ നമ്മളെ കൂടെ ഉണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, എൻ്റെ വീട്ടുകാരും ഹസ്ബൻഡിൻ്റെ വീട്ടുകാരും, അവരോട് ഒരുപാട് നന്ദിയുണ്ട്. എന്താ വെച്ചാൽ ഓരോടൊന്നും നന്ദി നമുക്ക് പറഞ്ഞാൽ തീരൂല. മോൾക്ക് 2.5 വയസ്സുള്ള സമയം തൊട്ടേ ഞാൻ ഈ ഒരു ഹോട്ടൽ ഫീൽഡിലുണ്ട്. അപ്പോൾ കുട്ടികളെയൊക്കെ വീട്ടിലാക്കി പോകണമെങ്കിൽ പിന്നെ ചാത്തല്ലൂരത്തെ അമ്മയായാലും വെള്ളയത്തെ അമ്മയായാലും പിന്നെ എൻ്റെ മൂത്തേച്ചിയൊക്കെ ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചേച്ചിമാരെന്നൊക്കെ പറയുന്നത് എൻ്റെ അമ്മേൻ്റെ ഒരു സ്ഥാനമാണ്. എങ്ങനെ എനിക്ക് എല്ലാവരോടും നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം, നമ്മുടെ ഹോട്ടലിപ്പോൾ കുറച്ചും കൂടെ ഒന്ന് മെച്ചപ്പെട്ടു. ആദ്യം എനിക്കൊരു പേടിയുണ്ടായിരുന്നു, ഇത്രയും പേർക്ക് എങ്ങനെയാണ് ഫുഡ് ഉണ്ടാക്കുക. പക്ഷേ എന്താ, നമ്മുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുക എന്ന് അറിയില്ലേ, അതേപോലെ എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചു. ഇപ്പോൾ കുക്കിംഗ് ആയാലും കൂടുതലായിട്ടൊന്നും അറിയില്ലെങ്കിലും കഴിയുന്ന പോലെ ഞാൻ അയ്യെന്ന് പറയാത്ത രൂപത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇനിയും അങ്ങോട്ട് ശ്രമിക്കും. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. ഇന്നിപ്പോൾ അരീക്കോട് കിങ്ങിണി വനിതാ ഹോട്ടലിൽ കുറച്ചെങ്കിലും ഞങ്ങൾക്ക് കച്ചവടം വരാനുള്ള കാരണം എന്ന് പറയുന്നത് നിങ്ങൾ മാത്രമാണ്. എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടും അതുപോലെ ഈ വീഡിയോ കണ്ട് ഒരുപാട് ഓർഡറുകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എൻ്റെ അച്ഛനെയും അമ്മേനെയും പോലെ സ്നേഹിക്കുന്ന എൻ്റെ മാമയ്ക്കും ആൻറ്റിക്കും, അതുപോലെ എൻ്റെ ഫോളോവേഴ്സിനോടും പിന്നെ എൻ്റെ വീട്ടുകാരോടും എല്ലാവരോടും, ഏട്ടൻ്റെ വീട്ടുകാരോട്, ഏട്ടൻ്റെ എൻ്റെ വീടെന്ന് ഞാൻ എടുത്ത് പറയുന്നില്ല, എൻ്റെ വീടെന്ന് പറയുന്നത് 2ഉം എൻ്റെ വീട് തന്നെയാണ്. അപ്പോൾ അവിടെ ഉള്ളവരൊക്കെ അത്ര എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ അവിടുത്തെ ഏട്ടന്മാരായിക്കോട്ടെ, ചേച്ചിമാരായിക്കോട്ടെ, അമ്മ, ഇളയച്ചി, എല്ലാവരും നല്ല സപ്പോർട്ടാണ്. കാരണം ചെറിയ കുട്ടിയൊക്കെ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ കുട്ടികളെ ഇട്ട് പോരണം എന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും നല്ലതായി തോന്നുന്ന കൈകളിൽ തന്നെ നമ്മൾ ഏൽപ്പിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കൈകൾ തന്നെയാണ് എൻ്റെ കൂടെയൊക്കെ ഉള്ളത്. പിന്നെയും പറയാണ്,
ഞങ്ങളുടെ കൂടെയുള്ള ചേച്ചിമാർ എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കുക്ക് ചെയ്യണത് ആരാണ് അല്ലെങ്കിൽ ക്യാഷർ ആരാന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഇവിടുത്തെ ഞങ്ങൾക്കൊരു ജീവിത വരുമാനത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഒരു ഞങ്ങൾക്ക് ഹോട്ടലിട്ട് തന്നത്. അപ്പോൾ അത് ഞങ്ങളുടെ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പോൾ എനിക്ക് എന്തൊക്കെ പറയേണ്ടതെന്ന് അറിയില്ല. കാരണം ഇപ്പോൾ അത്രയും സന്തോഷമാണ്. നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു നമ്മൾ ഹോട്ടലിൽ ഇത്രയും പേര് വരിക, നമുക്ക് ഫുഡ് കൊടുക്കുക എന്നുള്ളതൊക്കെ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള റിസ്ക്കുകളുണ്ടാവും. ഓരോ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള റിസ്ക്കുകളുണ്ട് നമുക്കറിയാം. അപ്പോൾ ഇനിയും നല്ലപോലെ മുന്നോട്ട് പോട്ടെ എന്ന് ദൈവത്തോടും പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെയും പ്രാർത്ഥന വേണം. ഓക്കെ.